ചില സമ്മാനങ്ങൾ. ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് കേട്ടിട്ടില്ലേ? അതാണ് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ അവസ്ഥ. നാടാകെ മഴക്കാലപൂർവ്വ ശുചീകരണവും ആരോഗ്യ ജാഗ്രതയും കൊട്ടിയാഘോഷിച്ച് നടപ്പാക്കുന്ന ആരോഗ്യവകുപ്പ് സ്വന്തം സ്ഥാപനത്തിലെ മലിനജലം റോഡിലേക്ക് ഒഴുകി ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്നു. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ പുതിയ കെട്ടിടത്തിന് മുന്നിലൂടെ ദുർഗന്ധം വമിക്കുന്ന മലിനജലം സംസ്ഥാന പാതയിലെ ഓടയിലേക്ക് ഒഴുക്കുന്നത് പരിസരവാസികൾക്കും കാൽനട യാത്രക്കാർക്കും ഓട്ടോ തൊഴിലാളികൾക്കും വലിയ ദുരിതമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ഈ മലിനജലം റോഡരികിലെ ഓടയിലേക്ക് പരന്നൊഴുകുവാൻ തുടങ്ങിയിട്ട് കടുത്ത ദുർഗന്ധം കാരണം പരിസരത്ത് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത്. കാനകളിൽ മണ്ണും മാലിന്യവും നീക്കി ഒഴുക്ക് സുഗമമാക്കാൻ നഗരസഭയും ആരോഗ്യവകുപ്പും ജനങ്ങളോട് ആവശ്യപ്പെടുമ്പോഴാണ് ജില്ലാ ആശുപത്രിയിൽ നിന്ന് തന്നെ പരസ്യമായി മലിനജലം തെരുവിലേക്ക് ഒഴുക്കുന്നത്. ആശുപത്രി സൂപ്രണ്ടിനും നഗരസഭാ അധികൃതർക്കും മലിനജലം ഒഴുകുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് പലതവണ പരാതി നൽകിയെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശത്തെ ഓട്ടോ തൊഴിലാളികൾ ആരോപിക്കുന്നു. വേസ്റ്റ് വെള്ളം കെട്ടി നിറഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. കഴിഞ്ഞൊരു ജില്ലാ ആശുപത്രി സൂപ്രണ്ടിനെ വിളിച്ചു പറഞ്ഞു, ഹെൽത്തിനെ അറിയിച്ചു. ഇത് ആരും ഈ വഴിക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഞങ്ങൾ കുറച്ച് ഓട്ടോറിക്ഷക്കാർ ഇവിടെ പാവപ്പെട്ടവർ നിൽക്കുന്നത് ഇവിടുത്തെ മണം ഈ കൊട്ടുകടി കൊണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ആരുടെ അടുത്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. നഗരസഭയെ അറിയിച്ചു, നഗരസഭയും നോക്കുന്നില്ല. ഇത് എത്രയും പെട്ടെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന്, കാരണം ഈ ഒരു ആശുപത്രിയാണ്, ആശുപത്രിയുടെ ഉള്ളിലാണ് ഈ മാലിന്യമായിട്ടുള്ള വെള്ളം കിടക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് സൂപ്രണ്ടായിട്ട് അറിയിച്ചിട്ട് ഇത് മാറ്റിയണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാലവർഷം ആരംഭിക്കുന്നതോടെ കൂടുതൽ മലിനജലം സംസ്ഥാന പാതയിലേക്ക് ഒഴുകിയെത്തുമെന്നും ഈ പ്രദേശത്ത് ഗുരുതരമായ പകർച്ചവ്യാധികൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇത് വഴിവെക്കുമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. പനിയും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ ഇതിൽ പൊതു വളർത്ത് കേന്ദ്രമാണ് ഇപ്പോൾ ആശുപത്രിയിൽ. അത്രയ്ക്ക് മാസങ്ങളായി ഇത് ഞങ്ങളെല്ലാവരും വിവരറിയിച്ചു, സൂപ്രണ്ടിനെ വിവരറിയിച്ചു, ആശുപത്രി വിവരറിയിച്ചു, എല്ലാ ഹെൽത്തിനെ വിവരറിയിച്ചു, എല്ലാവരും വിവരറിയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നടപടി ഒരാളെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. എത്രയും പെട്ടെന്ന് ഇത് ബ്ലോക്ക് എന്തൊക്കെയാ കണ്ടുപിടിച്ചാൽ തീർത്ത് ഒന്ന് വൃത്തിയാക്കി തരണമെന്ന്. അത്രയ്ക്ക് സ്മെല്ലാണ്, നമുക്ക് പുറത്തിരിക്കാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്ക് ദുർഗന്ധമാണ്. നമ്മൾ വണ്ടിയിട്ട് ഇരിക്കാൻ പറ്റുന്ന, റോഡിൽ നടക്കാൻ പോലും എത്ര പെട്ടെന്ന് ഒന്ന് ശരിയാക്കി തരും. ചെറിയ ചെറിയ പിള്ളേർ വരെ കൊതുകൾ അവരെ വിട്ടാണ്. വേലി തന്നെ വിളവ് തിന്നുന്ന ഈ അവസ്ഥയ്ക്ക് അടിയന്തരമായി പരിഹാരം കണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം.